ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാളികാവ് ഒരു വൃദ്ധസദനം ഉണ്ട്. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പോകണ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ട്, അപ്പോൾ ഒക്കെ വഴിയെ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയാലോ? എന്താ പറയുള്ളത്? അത്ര തന്നെയുള്ളൂ പറയുന്നത്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും പറ്റുന്നവരൊക്കെ അവിടെ പോകണം. നമ്മളെ മക്കളെയും കൊണ്ട് പോകണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു ചിന്തയോ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് വെറും ടൂറ്, വെറും മൊബൈല്, വെറും കമ്പ്യൂട്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തതൊക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇൻഷാല്ലാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. പിന്നെ അവിടെ നമ്മൾ അങ്ങനെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കില്ല, കാരണം അതാ ഒരു ശരിയല്ലല്ലോ. പക്ഷെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടണം. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ വരും. ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ബസ്സിൽ പോകാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മക്കളെ പറയാതിരിക്കാൻ നമ്മളെ പാണ്ടിക്കാട് കരുവാരക്കുണ്ട് റോഡിലുണ്ടല്ലോ, അടിപൊളി നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് നമ്മളങ്ങനെ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ നമ്മളത്തെ ആളുകളൊക്കെ കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അമ്മക്കിനി പോയോക്കാം. ഇപ്പൊ മോഡലാണ് എല്ലാരും ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എപ്പോഴെത്തി? ഹസ്ബൻഡ് പാടുന്നു, അഭിനയിക്കണം. അങ്ങനെ കാണില്ല. അങ്ങനല്ല പൊട്ടന്മാരായിട്ട് മടിയില്ല. കവറുണ്ട്, എത്ര കണ്ടെയ്നർ ഉണ്ട് അവർക്ക് തന്നെ അറിയില്ല. ഈ അതിന്റെ ലോറി മാത്രമല്ല, മറ്റു ലോറി ഉണ്ട്. അപ്പൊ അതിന്റെ ഈ കൊഴുപ്പും അതുപോലെ തന്നെ നല്ല തെളിഞ്ഞ വെള്ളമല്ല, മണ്ണ് കല്ലൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും താഴത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മഴയും ക്ലൈമറ്റും കാരണം ഇനി ഒഴിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവർക്ക് പരമാവധി കഴിയണത്ര നോക്കുന്നുണ്ട്. കിട്ടിയാല് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഒരു പക്ഷെ കേരളത്തിൽ ഇത്രത്തോളം അധികം ആളുകൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല. പലരും മരിക്കുമ്പോഴും സങ്കടം നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് കുറച്ച് സമയം. പക്ഷേ അതല്ലല്ലോ, 10 ദിവസങ്ങളായിട്ട് നമ്മള് 10-12 ദിവസമായിട്ട് എല്ലാവരും, ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരുന്നു, അതായത് സുജൂദിലിരുന്നിട്ടും അതുപോലെ തന്നെ അമ്പലത്തിലും മറ്റൊക്കെ ഒരു പിന്നെ എന്താ പറയുക നേർച്ചയാക്കിയിട്ടും പള്ളിയിൽ ഭക്ഷണം കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ. അതൊക്കെ എന്താ പറയുക, നമുക്ക് പ്രതീക്ഷ ഉണ്ടെന്ന് വിചാരിക്കാം. പ്രതീക്ഷ കുടുംബത്തിന്, അവരുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ എന്താ വെച്ചാൽ കുടുംബത്തിന് എന്തെങ്കിലും അവർക്കൊരു കർമ്മം കഴിക്കാൻ തന്നെ. കാരണം എല്ലാവരും ഉറപ്പിച്ചിട്ട് എത്ര ദിവസമായിട്ട് അങ്ങനെ സംഭവിക്കൂലല്ലോ. പ്രത്യാശിക്കാം. പിന്നെ നമ്മൾ കയറിയിരിക്കല്ലേ. നേർക്കാൻ പറ്റിയ മോലന്മാരൊന്നും ഇല്ല ഇതില്. പൈസയാണ്. അപ്പോൾ മക്കളെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ട്, തികച്ചും അപ്രതീക്ഷിതമായിട്ട് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ ഒരു നാടൻ ഫാമിലിയിലേയും കണ്ടിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ യൂട്യൂബേഴ്സാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ജാടയില്ലാതെ കേട്ടോ നമ്മളോട് സംസാരിക്കുന്നത്. അത് അവിടെ വന്ന എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ.
ചെറുതാണ് വലുതാവല് മടി പാടില്ല മക്കളാണോ ഇവരെന്താണ് ഇവളാണ് അതിന്റെ ഒരാള് അതെ അല്ല ഇതെന്താ ആൾക്കാരറിയില്ലല്ലോ നമ്മള് കൈ കഴുകാണ്. ബേസ് എല്ലാവരും ഫുഡ് കഴിക്കണം കേട്ടോ. ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്. ഫുഡ് കഴിക്കാം. അപ്പോൾ കഴിച്ചത് നമ്മളെ ബിരിയാണി അച്ചാറും വെള്ളമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം. നിങ്ങളെ മുഖം കാണിക്കലില്ലേ? ഏതായാലും പോകുമ്പോൾ നമ്മൾ എല്ലാവരും ചാനലൊന്നും അടിക്കണം. ഇതിപ്പോ ഗ്രൂപ്പിൽ എന്താരോ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ നല്ല ചൂടുള്ള ചോറോട്ട് റെഡിയാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. അല്ല ഇരിക്കട്ടെ എല്ലാവരും പറ്റില്ല. ഈ പാത്രം നാലാളും നിൽക്കാതെ എന്തായാലും ഞങ്ങൾ വീട്ടിൽ വരുന്നു. ഞങ്ങളത് കാണില്ലേ? ഏത് സന്തോഷം ഏതാ? രണ്ട് കാണും. പേര് നല്ല അറിയുള്ളേ. ഞാൻ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഫസ്റ്റ് കാണട്ടോ പെരുന്നാളിന്റെ ഒരു വീഡിയോ ഷോർട്ടല്ലേ പാർട്ടീസ് ലൈഫ്. അത് കണ്ടപ്പോ പിന്നെ ഞാൻ വീഡിയോ ഓണാക്കി. അത് പിന്നെ അനിയത്തി പറഞ്ഞു ഞാൻ ഓള് സ്ഥിരമായിട്ട് കാണലുണ്ട്. പിന്നെ ഇപ്പൊ കാണാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെയാണത്. ഇന്നലെ ഞാൻ വീഡിയോ ഞാനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ അവിടെ ഇവിടെ നിങ്ങളെ വണ്ടിയിൽ അവിടെ എങ്ങനെയാണ് എടി അപ്പൊ മക്കളെ നമ്മള് വലിയ വ്ളോഗേഴ്സിനെ മീറ്റ് ചെയ്ത് കണ്ടവിടെ വന്നപ്പോ അവരുടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാരും ഒരു മാതിരിയാണ് കേട്ടോ. എല്ലാരും ഇങ്ങനെ ചെറുതായിട്ട് നിന്നിട്ട് ചെറിയൊരു മാറ്റം വന്നതാണ്. അപ്പൊ നമ്മളെ ചാനല് എന്താ നമ്മളൊരു നാടൻ ഫാമിലിത്തെ എല്ലാ നല്ലവരായ ആൾക്കാരും നമ്മളെ ഹന്ന പീപ്പിനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു. നമുക്ക് എന്താ പറയല്ലേ എനിക്ക് എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് വലുതാക്കി കൊടുക്കാനും അതന്നെ എല്ലാരും രക്ഷപ്പെട്ടെ. അപ്പൊ ഗൈസ് ഓക്കെ എന്താ വെച്ചാല് നമ്മളൊക്കെ ജനിക്കുമ്പോ നമുക്ക് ഉമ്മാനുണ്ട് ഉപ്പാനുണ്ട്. പിന്നെ നമ്മുടെ വളർച്ചയിലും അവരെ കൂടെ നിർത്തിയിട്ട് വേണം നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ ഉയർച്ചയിലും
തളർച്ചയിലും ഈ ഉമ്മയും ഉപ്പയും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. എന്തിനു പറയുന്നത്, ഈ ഭാര്യമാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരാണെങ്കിലും നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയാളായിട്ട് കാണാനും പിന്നെ ബന്ധപ്പെടാനും ആയതിൽ എനിക്ക് എത്ര വലിയ പറഞ്ഞ ഇല്ലാത്ത സന്തോഷമുണ്ട്. ഇത്രയും ആൾക്കാരെ ഇങ്ങനെയുള്ള വളർത്തിമാരായാലും നല്ലതായിട്ടുള്ള ജീവിതം. അപ്പോൾ നമുക്ക് അവിടുന്ന് ചെറിയൊരു മൊമെൻറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കൂടിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.